ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ബ്ലോഗിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പൂനെയിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്ര. അങ്ങനെ പൂനെയിൽ നിന്നും പൂനെ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോയിൽ എത്തിച്ചേരുകയും പൂനെയിൽ നിന്ന് ലോക്കൽ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കല്യാണിലേക്ക് യാത്ര തുടരുകയും ചെയ്തു. ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് അറിയാത്ത സ്ഥലങ്ങളിലേക്ക് മാറി മാറി യാത്ര ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ വളരെയധികം കൗതുകത്തോടെ ഇരിക്കുമ്പോൾ അറിയാത്ത പലരോടും വഴി ചോദിക്കുകയും ഏത് പ്ലാറ്റ്ഫോമാണെന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ കണ്ട സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് എവിടെയാണ് ട്രെയിൻ വരിക, ആ ട്രെയിനിലാണോ യാത്ര ചെയ്യുക എന്നതൊക്കെ എൻ്റെ മുറി ഹിന്ദിയിൽ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ആ കുട്ടിയും അതേ ട്രെയിനിലായിരുന്നു വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി എഴുന്നേൽക്കുന്നതും കാത്ത് ഞാനും അവിടെ വെയിറ്റ് ചെയ്തു. അനൗൺസ്മെൻറ്റിൽ കാതുകൂർപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ട്രെയിൻ വരുന്നതും പിന്നീട് നടന്നതൊക്കെ ഒരു മിന്നായം പോലെ മാത്രമേ ഓർമ്മയുള്ളൂ. ട്രെയിൻ വന്നതും ആളുകളെല്ലാം ഓടിക്കയറി. ഈ കുരങ്ങന്മാർ മരത്തിലൊക്കെ അള്ളിപ്പിടിച്ച് കയറുന്നത് പോലെ ട്രെയിനിൻ്റെ ഓരോ ബോഗിയിലേക്കും ചാടിക്കയറുകയാണ് ഉണ്ടായത്. പിന്നീട് ഞാൻ എൻ്റെ അടുത്തിരുന്ന കുട്ടിയെ കണ്ടതുപോലുമില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ട്രെയിനിന് ഉള്ളിലേക്ക് കയറുകയും അവിടെ ഒരു സീറ്റ് തരപ്പെടുകയും ചെയ്തു. അങ്ങനെ അവിടെ ഇരുന്ന് യാത്ര തുടർന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള 3.5 hours ജേണി. അവിടെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും അവിടെ എൻ്റെ അനിയൻ കസിൻ ബ്രദർ എന്നെ കൂട്ടാൻ വരികയും അവിടെ നിന്ന് നമ്മൾ ഓട്ടോ എടുത്ത് അമർനാഥ് എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അവിടെയാണ് എൻ്റെ അമ്മയുടെ അനിയത്തിയായ ഷൈനേച്ചി താമസിക്കുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം അവരോടൊപ്പം ചിലവഴിക്കുകയും നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ അവരുടെ ഫാമിലിയുമൊത്ത് നമ്മൾ പുറത്ത് കറങ്ങാനിറങ്ങി. അമർനാഥ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഛത്രപതി ശിവാജി ടെർമിനലിലേക്കുള്ള യാത്ര ഇലക്ട്രിക് ട്രെയിനിലായിരുന്നു. അങ്ങനെ ഇലക്ട്രിക് ട്രെയിനിൽ വിൻഡോ സീറ്റ് കിട്ടുകയും അവിടെ ഇരുന്ന് വിൻഡോ സീറ്റിലൂടെ പുറം കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഛത്രപതി ശിവാജി ടെർമിനലിൽ എത്തിച്ചേരുകയും അവിടെ കാണുന്ന ബിൽഡിങ്ങുകളും അതിൻ്റെ മനോഹാരിതയുമൊക്കെ ആസ്വദിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി പുറത്തു നിന്നും ബിൽഡിങ്ങിൻ്റെ മനോഹാരിത ഒബ്സേർവ് ചെയ്യുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാനായിട്ട് യാത്ര തിരിച്ചു. പല പല സിനിമകളിലും അതുപോലെ തന്നെ പുസ്തകങ്ങളിലൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞ സ്ഥലങ്ങളിലേക്ക് നേരിട്ട് പോയി കാണുക എന്ന് പറയുന്നത് തന്നെ എപ്പോഴും കൗതുകമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇന്ത്യ ഗേറ്റിന് മുമ്പിലായിട്ടുണ്ടായിരുന്ന താജ് ഹോട്ടലിൻ്റെ ബിൽഡിങ്ങും അതിൻ്റെ ഭംഗിയും അതിൻ്റെ അഭംഗിയും അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഏരിയയും ഒന്ന് കാണുകയും ആസ്വദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ ഒരുപാട് പ്രാവുകളെയും ഒരുപാട് ജനക്കൂട്ടങ്ങളും കാണാമായിരുന്നു. ഫോട്ടോ എടുക്കാനായി അങ്ങോളം ഇങ്ങോളം ഓടുന്ന ഫോട്ടോഗ്രാഫേഴ്സും ഫോട്ടോ എടുത്തു തരാനായിട്ട് സുഹൃത്തുക്കളോടും സ്ട്രേഞ്ചേഴ്സിനോടും ചോദിക്കുന്ന ജനങ്ങളെയും എല്ലാം കാണാമായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഞങ്ങളും കുറച്ച് സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. അതുകൂടാതെ ആ തെരുവോരങ്ങളിൽ തെരുവോര കച്ചവടക്കാരുണ്ടായിരുന്നു. വസ്ത്രങ്ങളും കീ ചെയിനുകളും എംബ്ലോകളും അതുപോലെ ചാർട്ടുകളും ബലൂണുകളും ഒക്കെ വിൽക്കുന്ന കുറേയധികം തെരുവോര കച്ചവടക്കാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് തിരിച്ച് ഞങ്ങൾ മുംബൈ മാർക്കറ്റിലോട്ട് യാത്രയായി. അവിടെ നിന്ന് മാർക്കറ്റിലുള്ള വസ്ത്രങ്ങളും ഹോം അപ്ലയൻസസുകളും അതുപോലെ പല പല ഐറ്റംസുകളും കണ്ടും ആസ്വദിച്ചും വാങ്ങിയുമൊക്കെ തിരിച്ച് ഞങ്ങൾ രാത്രിയിൽ അമർനാഥിലേക്ക് എത്തുകയും അവിടെ ഷൈനേച്ചിയുടെ വീട്ടിലെത്തിച്ചേരുകയും ചെയ്തു. അന്ന് എല്ലാവരും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കിടന്നുറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ എനിക്ക് നാട്ടിലോട്ട് വരേണ്ട ദിവസമായിരുന്നു. അങ്ങനെ അന്നത്തെ മോർണിംഗ് ഷൈനേച്ചിയുടെ കൂടെ ആ വീട്ടിൽ സ്പെൻഡ് ചെയ്യുകയും അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്യുകയും അവിടെ നിന്ന് ഷൈനേച്ചി ഉണ്ടാക്കിയ ബിരിയാണി കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. പോകുന്ന വഴികളിൽ എന്നെ ഷൈനേച്ചിയും സുനിയാപ്പനും എന്നെ ബസ്സിനടുത്ത് വരെ കൊണ്ടുവിട്ടു. സോ ഞങ്ങൾ അവിടെ നിന്ന് അമർനാഥിൽ നിന്നും ഇലക്ട്രിക് ട്രെയിനിലാണ് ആ ബസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചത്. അങ്ങനെ 8:40 ആയപ്പോഴേക്കും ബസ്സിൽ കയറി ഞാൻ യാത്ര തുടർന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം കാഴ്ചകളൊന്നും കാണാനുള്ള അവസ്ഥയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അങ്ങനെ യാത്രകൾ ആരംഭിച്ചു. യാത്രകൾ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നേരം വെളുക്കുന്നതിനിടയിലൊക്കെ 1-2 ബ്രേക്കുകളൊക്കെ
ബസ്സുകാർ തരുന്നുണ്ടായിരുന്നു. വേണ്ടവർക്ക് പുറത്തിറങ്ങി ചായ കുടിക്കാം, ഷോപ്പുകളിൽ വിസിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ. അങ്ങനെ നേരം പുലർന്നത് കൊണ്ട് തന്നെ പിന്നീടുള്ള കാഴ്ചകളെല്ലാം അതിമനോഹരങ്ങളായിരുന്നു. പ്രകൃതി രമണീയമായ കാഴ്ചകളായിരുന്നു പിന്നീട് അധികവും ഉണ്ടായിരുന്നത്. പൂനെയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രകളിൽ എല്ലാം തന്നെയും കാണാനുള്ളത് പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ്. അതിനിടയ്ക്ക് കുറേ ആളുകൾ, കുറേ വ്യത്യസ്തമായ കാഴ്ചകൾ, അങ്ങനെ പല തെരുവോര കാഴ്ചകളിലൂടെയും കണ്ടുകൊണ്ടാണ് എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ രാത്രി ഒരു 9:45 ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ഓട്ടോ എടുത്ത് ഞാൻ താമസിക്കുന്ന എൻ്റെ റൂമിലോട്ട് യാത്ര തിരിക്കുകയും ചെയ്തു. ആക്ച്വലി ഒറ്റയ്ക്കുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്യൂരിയോസിറ്റികളും ഒരുപാട് കൺഫ്യൂഷൻസുകളും ഒരുപാട് ചെറിയ ചെറിയ പേടികളുമൊക്കെ ആയിട്ടാണ് എൻ്റെ ഈ യാത്ര തുടർന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ബാംഗ്ലൂരിനുള്ളിലായിട്ട് പലയിടങ്ങളിലായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ബാംഗ്ലൂർ വിട്ടിട്ട് പോകുന്നതും അതുപോലെ കേരളം വിട്ടിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നതും വരുന്നതുമൊക്കെ എന്നും ഒരു കൺഫ്യൂഷൻസും കൗതുകവും ആകാംക്ഷയൊക്കെ ഉള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ എൻ്റെ ഈ പൂനെ ടു മുംബൈ ടു ബാംഗ്ലൂർ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.